നിമിഷ, ഹലോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടിയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയണ്ട, പരിപാടിയുടെ കാര്യം ചോദിക്കാതിരിക്കുന്നത്. ഒന്നുമേ പറയണ്ട. ഇന്നലെ ഞങ്ങൾ സിഡ്നിയിൽ എത്തിയതാണ് കേട്ടോ. നമ്മുടെ മോഹൻലാൽ ഷോ കാണാനായിട്ട്. പരിപാടി ക്യാൻസൽ ആയി പോയി കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്, എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. പരിപാടി ക്യാൻസൽ ആയി പോയി കേട്ടോ. എല്ലാവർക്കും ഭയങ്കര വിഷമമായി, ഷോക്ക് ആയിപ്പോയി. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. നിങ്ങളെല്ലാരും ഓൾറെഡി നമ്മുടെ ന്യൂസുകളിലെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. കാരണം മോഹൻലാലിന് വിസ കിട്ടിയില്ല, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ള ഒരു റീസൺ ആണ് അവര് പറഞ്ഞത്. നമ്മളിവിടെ സിഡ്നിയിൽ എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അതെ അതെ, എത്തി. നമ്മൾ ബ്ലൂ മൗണ്ടൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം എത്തി. പിന്നെ ഞങ്ങള് എനിവേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം നിന്നിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയിട്ട് അതിന്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വന്നു, തിരിച്ചു പോയില്ല. ഞങ്ങൾ വന്നു. എനിവേ ഞങ്ങൾ എല്ലാ അക്കോമഡേഷൻ ഈ വീടൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 2-3 ദിവസത്തേക്ക്. അതുകൊണ്ട് ഞങ്ങൾ വന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. മോഹൻലാൽ ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ അടിച്ചു പൊളിച്ചിരിക്കും. ഞങ്ങൾ പോണ സ്ഥലം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടേ പോളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇന്ന് നമ്മുടെ പിള്ളേരുടെ നമ്മുടെ വിഷമമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മൾ ഇന്ന് പിള്ളേരെ കൊണ്ട് എവിടെ പോകുന്നു? ലൂണ പാർക്കില്. ലൂണ പാർക്ക്. ഇടയ്ക്ക് റീവിനും ഇങ്ങനെ പാർക്കിൽ പോണത് ഭയങ്കരമായിരുന്നു. നമ്മൾ എപ്പോൾ സിഡ്നി വന്നാലും നമ്മൾ നമ്മുടെ കാര്യത്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറ ഹൗസ് കാണും, അങ്ങനെയൊക്കെ ആണ് നമ്മൾ എപ്പോഴും പോകുന്നത്. പിള്ളേർക്കൊരു എൻജോയ്മെന്റ് ആവട്ടെ എന്ന് ഓർത്ത് നേരത്തെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ് ലൂണ പാർക്കിൽ പോകണം എന്നുള്ളത്. അപ്പൊ നമ്മൾ പിള്ളേരെ കൊണ്ടൊന്ന് ലൂണ പാർക്കിൽ പോവുകയാണ്. അതിനു മുന്നേ നമ്മൾ താമസിക്കുന്ന വീട് നിൽക്കുന്നത് കാണണ്ടേ? ഇതാണ് ഞങ്ങളെ സിഡ്നിയിൽ ഞങ്ങൾ 2-3 ദിവസത്തേക്ക് ഞങ്ങളുടെ ഡാൻസ് ആണ് കേട്ടോ. ഗമ്മി ബെയർ ഡാൻസ്. Is that a gummy bear? Is that a gummy bear? Is that a gummy bear? പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. നമ്മുടെ വീട് ഭയങ്കര രസമായിട്ടോ. നമ്മുടെ വീട് കാണിച്ചു തരാട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഇത് മേളിലേക്കുള്ള സ്റ്റെയർ ഞങ്ങൾ അടച്ചു വെച്ചേക്കാണ് കേട്ടോ, അല്ലെങ്കിൽ പിള്ളേര് കയറിപ്പോവും. ഇത് നമ്മുടെ ലിവിങ്ങും കിച്ചണും എല്ലാം കൂടെ ഓപ്പൺ ആണ്. പിന്നെ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഇവിടെ അല്ലേ? അടിപൊളി ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കാണിച്ചു തരാട്ടോ. ഞങ്ങൾ ഇവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇവിടെ ഒരു സൂപ്പർ ബെഡ്റൂം, നല്ല വിശാലമായ ഒരു ബെഡ്റൂം. എല്ലാ സംഭവങ്ങളൊക്കെയാണ്, എല്ലാ യൂട്ടിലിറ്റീസും ഉണ്ട് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ഹൗസ് ഭയങ്കരമായിട്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈവൻ ഒരു എന്താവശ്യമുള്ള ചെറിയൊരു മുട്ടുസൂചി പോലും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒരു സൂപ്പർ ഹൗസ്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ കിടന്നത്, നിമിഷം പിള്ളേരും അകത്ത് കിടന്നു, എല്ലാവർക്കും വിശാലമായിട്ട് കിടക്കാനായിട്ട്. പിന്നെ ഇത് പുറത്ത് പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തോട്ട് ചാടും, പറന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല മഞ്ഞ കേട്ടോ, മഞ്ഞുണ്ട് കേട്ടോ. നമ്മുടെ തിന്ന ഇതാണ് പാറ്റിയോ, നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മഞ്ഞ. സൂര്യനൊക്കെ മറഞ്ഞിരിക്കുകയാണ് കേട്ടോ, ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര മഞ്ഞായിരുന്നു ഇന്നലെ രാത്രി, എനിക്കൊന്നും തോന്നിയില്ല. ഭയങ്കര മഞ്ഞായിരുന്നു, ഭയങ്കര മഞ്ഞാണ് കേട്ടോ. കേട്ടോ പിള്ളേർക്കൊക്കെ ഓടിച്ചാടി നടക്കാനായിട്ട് അടിപൊളി ബാക്ക് യാർഡും ഉണ്ട് കേട്ടോ. നോക്കി സൂപ്പർ ഒരു ബാക്ക് യാർഡും ഉണ്ട്. എന്നാലും ഇപ്പൊ നമ്മൾ കുറച്ച് നേരത്തിനുള്ളിൽ പാർക്കിലേക്ക്. ഹലോ, ഞങ്ങൾ പാർക്കിൽ നിമിഷയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇത്? നിമിഷയുടെ കോപ്പി ആണോ ഇത്? അതെ, അമ്മയും സെയിം കളറ്, മോളും സെയിം കളർ. വേറെ ഓടാൻ പോവാണോ? അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതില് 2 റൗണ്ട് പോകും. അപ്പൊ നമ്മൾ താമസിക്കാതെ ഇറങ്ങുമല്ലോ. ഞങ്ങളിപ്പോ ഉടനെ തന്നെ ഇറങ്ങും കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളെ എടുത്തുന്നുള്ളൂ കേട്ടോ. പറഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ്, എന്തായി ഷോയുടെ കാര്യമൊക്കെ എന്തായി. ഷോ തകർന്ന് തരിപ്പണായി പോയി കേട്ടോ. ഷോ തകർന്ന് തരിപ്പണ ലാലേട്ടന് വിസ കിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല, അറിയത്തില്ല. ഉടനെ ലാലേട്ടൻ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വന്നാൽ നമ്മൾ വീണ്ടും കാണാൻ വരും അല്ലേ? പക്ഷേ തീർച്ചയായിട്ടും കാണാൻ വന്നിരിക്കും. മോഹൻലാലിനെയും ചിത്ര ചേച്ചിനെയും അവരെല്ലാവരും നമ്മൾ തീർച്ചയായിട്ടും കാണാൻ വന്നിരിക്കും. ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ. അതിന് പിള്ളേർക്ക് പിസ്സ മേടിച്ചു. പകുതിയെ കഴിച്ചിട്ടുള്ളൂ, മൊത്തം കഴിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ഇൻസ്റ്റന്റ് കോഫി ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കെബാബൊക്കെ മേടിച്ച് എല്ലാം കെബാബൊക്കെ കഴിച്ചു കേട്ടോ. ഫ്രൈഡ് റൈസ് ഒക്കെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എല്ലാ സാധനവും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു കോഫി കുടിച്ചാലോ? ചായ എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എൻ്റെ അത് സൂപ്പർ ലാറ്റ എല്ലാ കാപ്പച്ചീനോ ഉണ്ട്, ലാറ്റ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ രാവിലെ ഇച്ചിരി ഓട്സ് കഴിക്കണം കേട്ടോ. എൻ്റെ കട്ടൻ കാപ്പിയും ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കാപ്പച്ചീനോ കുടിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ അങ്ങ് ഒരുങ്ങി റെഡിയായി ഇറങ്ങാം. തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. മുടിയൊക്കെ സൂപ്പറാണല്ലോ, സൂപ്പറാണല്ലോ. ഇത് ഞങ്ങളുടെ നിറയെ കണ്ടോ, പ്രത്യേകമായിട്ട് പാർക്കിൽ പോകാൻ റെഡി ആയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പയ്യ ഇറങ്ങിയാലോ വിഷ? ഇനി ഒരൊറ്റ പോക്കായിരിക്കും. ജെറ്റുമാനം പോലും എന്നെ നോക്കുന്നേ. വരുന്നുണ്ടോടാ നീ? ഇറങ്ങിക്കോ.
ഒരു 2 നില വീടിന്റെ താഴത്തെ നിലയിലാട്ടോ നമ്മൾ താമസിക്കുന്നത്. അതെ അതെ അതെ, നല്ല ഒരു വീടാട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വൃത്തി. കണ്ട് ഈ വരുന്ന വഴിയാണെങ്കിലും കണ്ടോ എന്ത് രസം, അവര് ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ കെല്ലിവില്ലോ. കെല്ലിവിൽ. ഇവിടെയാണ് പണ്ട് ഞാൻ താമസിച്ചത് കേട്ടോ. എനിക്ക് പണ്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പറ്റുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോക്കകത്ത് കാണിക്കണം കേട്ടോ. എനിക്കൊന്നും പോകണമെന്നുണ്ട് ജയ. ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ. അത് ഞാനിവിടെ സിഡ്നിയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ, അതായത് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വന്നപ്പം വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ്. ഒരു 2 months അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡബ്ബോയ്ക്ക് പോയത്. അതുപോലെ കെല്ലിവില്ലാണ് ഞാൻ താമസിച്ചത്. ഇവിടെ എല്ലാം ഭയങ്കര പോഷ് വീടുകളാണ് ഈ സൈഡ് എല്ലാം. പോലത്തെ വീട് കേട്ടോ. എന്തൊക്കെയായിരുന്നു ലാലേട്ടനെ കാണാൻ വേണ്ടി പോവാൻ മേടിച്ച പുതിയ ജാക്കറ്റ് ആണ് ചായൻ. ഞാൻ പറഞ്ഞ് ഇത് അവസാനം ഇടിപ്പിച്ചു. ഞാൻ അങ്ങനെ മാറ്റി വെച്ചേക്കൊന്ന് ലാലേട്ടനെ കാണാൻ പോകുമ്പോൾ. ലാലേട്ടൻ ഇനിയും വരുമ്പോ ഇനി വേറെ ജാക്കറ്റ് മേടിക്കണം. അത് ശരി, ആ പേരിൽ ഇനി ഒന്നുകൂടെ മേടിക്കണം അല്ലേ? ഇനി ഒന്നുകൂടെ മേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മള് വൈകി നമ്മുടെ പാർക്കിലേക്ക് പോകണം. പിള്ളേരെല്ലാം ബാക്കിലില്ലേ നിമിഷം? നോക്കട്ടെ, എല്ലാം ഉണ്ടോ? എല്ലാരും ഒന്ന് കൈ കാണിച്ച് ഹലോ പറഞ്ഞേ. അച്ചോ റീവിടിയാ. നേരെ കാണുന്ന ഹാർബർ ബ്രിഡ്ജ് ആട്ടോ. അതെ, നമ്മള് ശരിക്കും സിറ്റിയിലോട്ട് കേറിട്ടോ ഇപ്പം. എന്നാലേ ഏതെടുക്കണമെന്ന് അറിയത്തില്ല. ഇപ്പൊ നല്ല ഭംഗിയാണ് നമ്മുടെ മെയിൻ സിറ്റിയിലേക്ക്. ഇതേ ഒപ്ര ഹൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ വഴി തെറ്റി പൊക്കോണ്ടിരിക്കും. അടുത്ത ടണലിലേക്ക് കാണുന്ന ദൈവമേ, അയ്യോ ആന്ന് തോന്നുന്നു കേട്ടോ. ഹാർബർ ബ്രിഡ്ജ് ആണ് കേട്ടോ, ഐക്കോണിക്. ദൂരം പാട്ടുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ദൂരം നമ്മുടെ കബിയാൽവിധാന കേഹനകത്തുണ്ട് ഞാൻ. നമ്മുടെ കണ്ടാ പറ ഇഷ്ടപ്പെട്ടു. അതെന്നാ പറയാത്? നൈസ് അല്ലേ? കണ്ടോ, നമ്മൾ ഹാർബർ ബ്രിഡ്ജിലേക്ക് കയറിയിട്ടോ. നൈസ്. വേറെ നോക്കിയടാ, 2 അപ്പുറത്തും ഇപ്പുറത്തും കടലാണ് കേട്ടോ. ഇതേ മിറാക്കുട്ടി, ഇതേ ലുക്ക്. റീവിനെ കണ്ട. അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റീവിന് ഞങ്ങൾ സ്ട്രോളറൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ആശാൻ അതിനകത്ത് ഇരിക്കുന്നില്ല. ആശാൻ ഇതിനകത്ത് ആക്കാന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചിനെ അവിടെ ഇരുത്തേണ്ടി വരും മിക്കവാറും. അവൻ ഇരുന്നിട്ട് ഈ ടയറെ ചവിട്ട്, അവിടെ നമുക്ക് തള്ളാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ കൂടെ മെടുക്കിയായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങണം, നമുക്ക് റൈഡിൽ കയറണ്ടേ മിറ? യെസ്. ഇതാരാ? 2 ഫോട്ടോ എടുക്കും ചായ. നമ്മുടെ ഡബ്ബോ ഷോയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ അല്ലേ? ഓപ്പേ ബലൂൺ. നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തേക്കുന്ന ആദ്യം നേരെ കാണുന്ന കോണി ഐലൻഡ് എന്ന് പറഞ്ഞ ആ ബിൽഡിങ്ങിന്റെ അകത്ത്. ഇവര് കുഞ്ഞുങ്ങളായോണ്ട് ഇവർക്ക് വലിയ ഇതൊന്നും പറ്റില്ല കേട്ടോ, വലിയ റൈഡ്സ് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ റൈഡുകൾ കയറാൻ പോവുകയാണ്. ട്രോളറും ട്രോളി ഇതും എന്നാ പ്രാമ എടുത്തോണ്ട് നമ്മളാരായി? അയ്യോ, നമ്മൾ മന്ദബുദ്ധികള്. ഒരിക്കലും പിള്ളേർക്ക് സ്ട്രോളറും പ്രാമ എടുത്തോണ്ട് ഇറങ്ങരുതെന്നുള്ള പാഠം ഞങ്ങൾ എത്ര പഠിച്ചാലും പഠിക്കൂല. ഞാൻ ഓർത്തേ നമ്മളവിടെ ഇരിക്കുമെന്ന് ഓർത്തോണ്ട് ഒരെണ്ണം ഞങ്ങളവിടെ വെച്ചേക്കും. അതിന് ആരും എടുത്തോണ്ട് പോയി അത്രേ ഉള്ളൂ. അത് പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ വെച്ചിട്ട് വന്നു കേട്ടോ. എൻട്രൻസിന്റെ അവിടെ മിറ സ്ലൈഡ് കണ്ടോ? മിറ ഞങ്ങൾ മിറർ മേസിലേക്ക് കയറാൻ പോട്ടെ. മിറ, ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയാട്ടോ. മിറ, നമ്മൾ സ്റ്റക്കായല്ലോ. കണ്ണാടിക്കൂടാണ്. കളിയൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഇച്ചിരി ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ വന്നാട്ടോ. മിറയുടെ ഗമ്മി ബിയർ. അതേ ഗമ്മി ബിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അവൻ എത്തി വലിക്ക് മേടിക്കാൻ നോക്കുന്നു. റീവിൻ്റെ ഐസ്ക്രീം വരുന്നുണ്ട് കേട്ടോ.
ഹാപ്പി ആയല്ലോ ഐസ്ക്രീം കുട്ടൻ. ഇച്ചിരി വഴക്കാളി ആർന്നു കേട്ടോ അല്ലേ? വിശന്നിട്ടാണോ അതോ വിശന്ന പുലിയാണ് കേട്ടോ. മീരക്കോട്ടെ മിടുക്കി കൊച്ചാണേ അല്ലേ? ഞങ്ങളങ്ങനെ പിള്ളേർക്ക് ഇച്ചിരി ഐസ്ക്രീമും ചിപ്സൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. മീരക്കോട്ടൻ ചിപ്സും ഗ്രേവിയൊക്കെ കഴിക്കുന്നുണ്ട് മിടുക്കിയായിട്ട്. പാർക്കിൽ ഞങ്ങൾക്ക് കാര്യമായിട്ട് മുതലാക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം രണ്ടെണ്ണത്തിനും പൊക്കം കുറവാ. 106 സെന്റിമീറ്ററിന് മേളിലാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ റൈഡിലും അത്യാവശ്യം കയറാൻ പറ്റുള്ളൂ. പക്ഷെ മിറക്കൂട്ടിന് 103 ആയിപ്പോയി കേട്ടോ. 103 102 2-3 സെന്റിമീറ്ററിന്റെ വ്യത്യാസം. ഇവര് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ ഇവിടെ. അപ്പോഴെ 1-2 റൈഡിലെ കയറാൻ പറ്റുള്ളൂ. ആ സാരമില്ല, ആ കുഴപ്പമില്ല അല്ലേ മീറ? നമ്മുടെ ഹാർബർ ബ്രിഡ്ജിന്റെ ഒപ്പറ ഹൗസിന്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാവേ. കണ്ടോ നിങ്ങൾ? ആണ് നമ്മുടെ ഹാർബർ ബ്രിഡ്ജ്. നേരെ താഴെ കാണുന്നുണ്ടോ? അതാണ് ഒപ്പറ ഹൗസ്. കോഴിയല്ല, പ്രാവ്. മിറ നോക്കി, ബ്രിഡ്ജ് കണ്ടോ? ഹാർബർ ബ്രിഡ്ജ് കണ്ടോ മിറ? വാവ്, നമ്മളതിൻ്റെ തൊട്ട് താഴെയാട്ടോ നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ സ്കൈലൈനൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം കേട്ടോ. ഫെറി എപ്പോഴും ഉണ്ട് കേട്ടോ, എല്ലായിടത്തേക്കും ഇല്ല ഫെറി ഉണ്ട്. ആ, അവിടെ വരെ നടക്കാൻ പാടായിരിക്കില്ല, പക്ഷെ നടക്കണ്ട അല്ലേ? ഇവരെ കൊണ്ട് നടക്കാൻ പാടാവുണ്ട്. ഞങ്ങൾ മിക്കവാറും ആ ശ്രമം ഉപേക്ഷിക്കും കേട്ടോ. പിള്ളേരെ കൊണ്ട് ഒപ്പറ ഹൗസിൽ പോയാൽ നടക്കൂല. സാധാരണ നമ്മൾ ഒപ്പറ ഹൗസിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ അവിടുന്ന് ഈ ഹാർബർ ബ്രിഡ്ജ് കാണുകയോ ചെയ്യുന്നത്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഹാർബർ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്നിട്ട് നമ്മൾ ഒപ്പറ ഹൗസ് കാണുന്നത്. അതൊരു വെറൈറ്റി വ്യൂ അല്ലേ? അത് കൊള്ളാം കേട്ടോ. അതെ, ഞങ്ങളൊരു കാരിക്കേച്ചർ ചെയ്യാൻ പോകണം കേട്ടോ. ഇവിടെ ഇതേ എല്ലാവരുടെയും കാരിക്കേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിമിഷ, നമുക്ക് കാരിക്കേച്ചർ ചെയ്യാം നമ്മുടെ 4 പേരുടെയും. ഫാമിലി കാരിക്കേച്ചർ. പടം വരയ്ക്കാൻ പോകണം. ചേട്ടാ വരയ്ക്കുവാണേ. ഇവിടെ പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ. നീരനെ കണ്ടിട്ട് വേറെ ആരെയൊക്കെ വല്ലണ്ടേ അല്ലേ നിഷ? എന്ന് നോക്കി നിഷ. ഓ, കഴിഞ്ഞു കേട്ടോ. നോക്കി, നല്ല രസമുണ്ട്. മിറയാണോ? ഡാഡി ആൻഡ് മമ്മി. ഞങ്ങളെ അവിടെ ഫെറി നടക്കില്ല കേട്ടോ. 1/2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് അടുത്ത ഫെറി. എങ്ങോട്ട് പോകാനാ? ഒപ്പറ ഹൗസിലേക്ക് പോകാനായിട്ട്. അവിടെ ഞങ്ങൾ തിരിച്ചു പോയേക്കാം നിമിഷ. തിരിച്ചു പോയേക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ കാരിക്കേച്ചറിൻ്റെ പേപ്പർ നമ്മുടെ കയ്യിൽ സേഫായിട്ട് ഇരിപ്പുണ്ട്. അത് കളയാൻ പാടില്ല. മിറ വന്നേ, നടന്നേ, നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. കമ്മ ഒപ്പറ ഹൗസിൽ വന്നിട്ടുണ്ടല്ലോ മിറ, കുഞ്ഞായിരുന്നപ്പം. കണ്ടോ? ലിറ്റിൽ ബേബി. മഴ ചാറാൻ തുടങ്ങിട്ടോ. ഞങ്ങൾ പയ്യെ തിരിച്ചു പോവാം. ഫെറി പ്ലാൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. കാരണം പുറത്ത് മഴ ചാറാൻ തുടങ്ങി. നല്ല മൂടലും ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് തണുപ്പ് അധികം ശരിയാവില്ല. ഡബോയിലൊക്കെ തണുപ്പ് കുറവാ, പക്ഷെ എന്നാലും തണുപ്പ് കൊള്ളിക്കുന്നത് ശരിയാണ്. ആണോ? ഞങ്ങൾ തിരിച്ച് നമ്മൾ എവിടെ പോവാൻ മറക്കട്ടെ ഇനിയും? ഓക്കെ മിറ, നമ്മുടെ ഇപ്പൊ താമസിക്കുന്ന വീട് നമ്മുടെ പുതിയ വീടാക്കി അങ്ങ് മാറ്റിക്കളഞ്ഞു കേട്ടോ ചായ. ഞാനിപ്പോ വിളിക്കുന്നില്ല. ചായ വണ്ടി ഓടിക്കും. സിഡ്നി കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഒരു ഇച്ചിരി ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഒരു വഴി എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് കറങ്ങേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ചാന ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ചാൻ വണ്ടി ഓടിച്ചോ കേട്ടോ. ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ കേട്ടോ, നോർവെസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ. അതെ, അതുവഴി കയറും. കുറച്ച് പേരുണ്ട്. ഒരുമിച്ചായിരുന്നു ഞങ്ങൾ കോഴ്സ് ചെയ്യാൻ വന്ന കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ സൈഡിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നടന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു കേട്ടോ. നല്ല നല്ല ഓർമ്മകളല്ലേ? ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു എന്താ പറയാ, ഇവിടെ എന്താ പറയുക, ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ നോർവെസ്റ്റിന്റെ തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട് ഇതിന്റെ അടുത്ത് തന്നെ. ഭയങ്കര വലിയ ഹോസ്പിറ്റലാണ്. ഇതിന്റെ ഈ ഓർത്തോയാണ് ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്. ഓർത്തോയിൽ തന്നെ എനിക്ക് തോന്നുന്നു 4-5 വിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര നല്ല അടിപൊളി ഹോസ്പിറ്റൽ. ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. വലിയ ഹോസ്പിറ്റലാട്ടോ. ഹലോ റീവു, എന്നെ ഉറക്കമായിരുന്നു ഇത്. ആ, ദേ പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിട്ടെ. നമ്മൾ തിരിച്ചു വന്ന് നന്നായില്ലേ മിഷ?
ചാടിക്കൊണ്ടിരിക്കുക, ഫുള്ളും മഴയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതൊക്കെ ഭയങ്കര മഴ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, മഴ നന്നായിട്ട് തൂളുന്നുണ്ട്. നമ്മുടെ വീട് ഇതാണ് കേട്ടോ. ഈ വീടിന്റെ ഡൗൺ ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ അതെ, നമ്മുടെ ഫുഡ് വന്നു, ഡെലിവറി ഫുഡ്. സ്റ്റോപ്പ്. ആ അതെ, ഞങ്ങൾ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ ഫുഡ്? നിമിഷ, ഇതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. ആരുടെ ബുദ്ധിയാ? എൻ്റെ ബുദ്ധിയാ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഊബർ ഈറ്റ്സിൽ ഓർഡർ ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ നമുക്ക് ഫുഡ് കിട്ടി. ഇനി ചെന്ന് കഴിച്ചാൽ ആ ഒരു ചെറിയ സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡാഡി എടുക്കാം കേട്ടോ. കുളിക്കാൻ വലിയ ഇഷ്ടം അറിയുവിന്. മീരക്കുട്ടി ചക്കരെ കുളിച്ചിട്ട് വാ, നമുക്ക് അന്നേരം ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിക്കാം, ഓടി കുളിച്ചിട്ട് വാ. പിള്ളേരൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് നേരെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡെല്ലാം ഞാനൊന്ന് തുറന്നു വെച്ചു. എന്നൊക്കെ ഓർഡർ ചെയ്തു? പക്ഷെ നിമിഷം ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ വണ്ടി ഓടിക്കുവായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഒന്ന് എഗ് ചിക്കൻ. തുറക്കണോ? തുറന്നു കാണിക്കാം നമുക്ക്. എഗ് ചിക്കൻ ദോശ കേട്ടോ ഒന്ന്. ഇത് ഏതാന്ന് പിന്നെ ഒന്ന് ഗീ മസാല ദോശ ആണോ? അല്ല ഏതാന്ന് അറിയത്തില്ല. ഇതുണ്ടോ? ഇത് ഏത് ദോശ ചായ? ഇത് കഴിച്ചു നോക്കിയാൽ അറിയാം. ഇത് എഗ് ചിക്കൻ ദോശ കേട്ടോ. അടിപൊളിയാണല്ലോ. ഇതുണ്ടോ? ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതെ അതെ, പിള്ളേര് കഴിക്കും കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഗീ മസാല ദോശ കേട്ടോ. സാധാ ദോശ അല്ലേ? സാധാ ദോശയല്ല, ഗീ മസാല ദോശ. ഓ മസാല ദോശ. നമ്മുടെ മസാല ദോശ. ഇത് നമ്മൾ ഇന്നലെ മേടിച്ച ചിക്കൻ 65 ബിരിയാണിയുടെ ബാക്കിയാണ്. റൈസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതന്നെ ചില്ലി ചിക്കൻ. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന കൂട്ട് ടേസ്റ്റ്. ഞങ്ങൾ 2 പീസ് ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി. വൈകുന്നേരം വെള്ളം വരുന്നത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യാട്ടെ, ഞാൻ ഒന്നും കഴിച്ചില്ല. പിള്ളേർ കഴിക്കുന്നുണ്ടോ? പിള്ളേർക്ക് ഞാൻ മസാല ദോശ കൊടുത്തു. പിന്നെ അതിനുള്ള ചമ്മന്തി, സാമ്പാർ, അതിനുള്ള കറി, ഒരു നാൻ ബ്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടേ. എനിക്ക് ഒന്ന് ബട്ടർ നാൻ ഓർഡർ ചെയ്തത്. അത് ഇവർക്ക് ഇഷ്ടമാണ്. ഇവർക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്തത്. ഞാൻ ഈ ദോശ ഇവർക്ക് വേണ്ടിട്ടാ ഓർഡർ ചെയ്തത്. അവർക്ക് കൊടുക്കാലോ. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ബട്ടർ ചിക്കനും ഉണ്ട് കേട്ടോ. ബട്ടർ ചിക്കൻ ഞങ്ങൾ പക്ഷേ ഇതുവരെ തുറന്നില്ല. ചിലപ്പോഴേ എടുക്കുള്ളൂ. എടുത്തില്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് ചിലപ്പോൾ കഴിക്കട്ടെ. ഇനി ഇത് രാത്രിയിലത്തേക്കും കൂടെ ആണ് കേട്ടോ. ഇതെല്ലാം എന്ത് നല്ല പീസാ നോക്കിയത്. കഴിച്ചു സൂപ്പറാണ്. നിമിഷയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓൾറെഡി ഒരു പീസ് ടേസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ മിച്ചം വരുന്നൊക്കെ നമ്മൾ രാത്രിയിലും കഴിച്ച് അല്ലേ, നാളെ രാവിലെ എന്നിട്ട് തിരിച്ച് നമ്മൾ പോകും കേട്ടോ. അപ്പം നമ്മുടെ സിഡ്നി വരവ് ഏതായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യം എന്തായാലും നടന്നില്ല. നീ ഇപ്പൊ കഴിക്കുന്നുണ്ടോ? വീഡിയോ പിള്ളേർക്ക് എനിക്ക് നാൻ വെള്ളം കൊടുക്കാം. റീവിന് ദോശ അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. വേറെ കഴിക്കുന്നുണ്ട്. അതെ, മക്കൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾ പയ്യെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതെ, അവള് ദോശക്കാരിയാടി. എന്നാലും നിമിഷം പറഞ്ഞു വന്നത് നമ്മൾ വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു കേട്ടോ. നമുക്കൊന്നും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ഓൾറെഡി ടി വിയിൽ എല്ലായിടത്തും കാണും കേട്ടോ. മോഹൻലാല് വരെ, ലാലേട്ടൻ വരെ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. വരുമായിരിക്കും ഇനി എന്താ കാരണവും നമുക്ക് ആർക്കും അറിയില്ല. കറക്റ്റ് ഒരു കാര്യം നമുക്ക് അറിയത്തില്ല. കാര്യമാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായി പോയി. അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. എന്തായാലും സംഭവിച്ചു, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സാരമില്ല, എന്നല്ല നമുക്ക് എന്ത് പറയാം അല്ലേ. നിമിഷം നല്ലൊരു പാട്ട് പാടി നമ്മുടെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. നാളെ തിരിച്ച് വീട്ടിൽ പോകുന്നു. നീ മറന്നോ പോയൊരു നാൾ, ഏഴില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്നു. ഏറിയ നാളു പോയതല്ലേ, അന്നു നീ കളിച്ചു പാതി വച്ചു കുഞ്ഞു കിനാവിൻ കണ്ണിമാങ്ങ. ഓർത്തിരുന്നു നേർത്തിരുന്നു ജീവിതമാകെ നീറിടുമ്പോൾ, നീ പച്ചത്തുരത്തായി സ്വർണ്ണത്തുരത്തായി കൽവേലിടുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്താ തേൻപഴമേ, തളിർച്ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവച്ചു. അടിപൊളി. സൗണ്ടൊക്കെ പിന്നെ പോയി തുടങ്ങിയല്ലോ. സൗണ്ടൊക്കെ ഞങ്ങൾ പോയി വന്നൊക്കെ ഇരിക്കാറുണ്ട്. ഇതുപോലെ മഞ്ഞും തണുപ്പും അല്ലേ, എല്ലാ ദിവസവും ജലദോഷമൊക്കെയാണ്. എന്നാലും സൂപ്പറായിട്ട് പാടി കേട്ടോ. അടിപൊളിയായിട്ട് പാടി. ഇനി കോഫിയൊക്കെ കുടിച്ച് പിള്ളേർക്ക് നമുക്ക് കൊടുത്ത് റിലാക്സ് ചെയ്യാം. 2 ദിവസമായിട്ട് ഓട്ടോ അല്ലായിരുന്നോ അല്ലേ. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷം ഓക്കെ.